ഹായ്, നമ്മൾ പലപ്പോഴും ഈ കൂട്ടുകാരും കസിൻസൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കും ഇങ്ങനെ ഒരു കഥ ഇറക്കാം, ഇങ്ങനെ ഒരു കഥ എഴുതാം, ഇങ്ങനെ ഒരു സംവിധാനം, ഇങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യാം, ഇങ്ങനെ ഒരു സിനിമ ഇറക്കാം, ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം, ഡോക്യുമെൻ്ററി ചെയ്യാം. വെറുതെ നമ്മൾ ആലോചിക്കുമല്ലോ, വെറുതെ ഒരു കാര്യമില്ല. അത് നമ്മൾ ചെയ്ത് നമുക്ക് തന്നെ അറിയാം. ഇത് നമ്മൾ വെറുതെ വിടുകയും ചെയ്യും. കാര്യം 1-2 ദിവസം കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നി ഒരു ഐഡിയ അല്ലെങ്കിൽ വൃത്തിയുടെ കഥയായിരുന്നു നമുക്ക് തോന്നിയിട്ട് നമ്മളതിനെ വിടുമല്ലോ പലപ്പോഴും. കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും ഇപ്പോൾ എപ്പോഴായാലും പോലും ചിലപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ പലതും ആലോചിക്കുമല്ലോ വെറുതെ ഇരിക്കുമ്പോൾ. നമ്മളത് വിടും, ഇവരത് വിട്ടില്ല. അങ്ങനൊരു അനുഭവമായിട്ട് തോന്നി എനിക്ക് ആ കേസ് ഹോ. കാരണം ധ്യാൻ ശ്രീനിവാസനായാലും വിനയ് ജോസിനായാലും ആക്സസ് ഉണ്ടല്ലോ, അതായത് ഫണ്ടിങ്ങിനായാലും പ്രൊഡ്യൂസേഴ്സിനുള്ള ആക്സസ്, അല്ലെങ്കിൽ ആക്ടേഴ്സ് അവർ വിളിച്ച അവരുടെ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. എത്ര വൃത്തിയായിട്ട് കഥയാണെങ്കിലും ഇത് അവർക്ക് ഒരു സിനിമ ആക്കി എടുക്കാൻ പറ്റും. അങ്ങനെ അവർ ചെയ്തു. അത് എനിക്ക് കാണേണ്ടി വന്നു. അങ്ങനെ അനുഭവമായിട്ടാണ് എനിക്ക് ആ കേസ് ഹോ തോന്നിയത്. വളരെ നീണ്ട 1.25 മണിക്കൂർ. വിനയ് ജോസൻ സംവിധാനം, ധ്യാൻ ശ്രീനിവാസന്റെ തിരക്കഥാ സംഭാഷണം. ഇവർക്ക് തന്നെ ഇതൊരു വൃത്തിയുടെ സിനിമയായിട്ട് തോന്നിയില്ലേ എന്നാണ് എൻ്റെ സംശയം. ചിലപ്പോൾ തോന്നി കാണുമായിരിക്കും, പക്ഷെ എന്തായാലും പിടിച്ചില്ലേ, ഷൂട്ട് ചെയ്തില്ലെന്ന് വെച്ച് ഇറക്കിയതായിരിക്കാം. പ്രത്യേകിച്ച് പെർഫോമൻസിൻ്റെ കാര്യം ഒന്നും പറയാനില്ല. അങ്ങനത്തെ കഥയാണ്, അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. ജോ വർഗീസ് ആയാലും രമേശ് പിഷാരുടെയും ധ്യാൻ ശ്രീനിവാസനായാലും വളരെ മീഡിയോക്കർ ബിലോ ആവറേജ് പെർഫോമൻസ് ആയിട്ട് തോന്നി. ഈ കഥയാണ് ഏറ്റവും മോശം, കഥയും ഡയറക്ഷനുമാണ് ഏറ്റവും മോശം. പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയാനില്ലാത്ത ഒരു സിനിമയാണ്. സിനിമയെ തന്നെ വിളിക്കാൻ പറ്റുമോ എന്തോ. 1-2 മൊമെന്റ്സ് ചിലപ്പോൾ നമുക്ക് ഒന്ന് മേ ബി ഞാൻ ചിലപ്പോൾ ഒരു സീനായിരിക്കും ചിലപ്പോൾ ഒന്ന് തിരിച്ചിട്ടുണ്ടാവുക. അല്ല ബാക്കിയെല്ലാം വളരെ 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 ലോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പഴയ കുറേ പ്രിയദർശന പടങ്ങൾ ഓർമ്മ വന്നു കണ്ടപ്പോൾ. പ്രത്യേകിച്ച് ബോയിങ്ങിൻ്റെ വേറൊരു വേർഷൻ, ഒരു ഇൻഫീരിയർ വേർഷൻ, വേറൊരു വേർഷൻ. അങ്ങനെ പഴയ കുറേ തമാശ പടങ്ങളുടെ ഒരു രീതിയായിട്ട് എനിക്ക് തോന്നി ഈ കോമഡി ഫെറേഴ്സ് വെച്ച് ചെയ്യുന്ന പരിപാടികൾ. അത് കണ്ട് മടുത്ത പരിപാടികളാണ് വീണ്ടും അവർ അവരുടേതായ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കുറഞ്ഞില്ല, ഈ ഉളത്തരങ്ങളും വൃത്തികേടുകളും എല്ലാം കുറഞ്ഞിട്ട് അവസാനം പെട്ടെന്ന് ഐഡിയലിസവും കൂടെ വന്നു. എന്തിനാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. കാരണം തിരയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതി, വിനീത് ശ്രീനിവാസൻ ചെയ്ത തിര ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു എൻഡിങ്ങും ഒക്കെ എല്ലാം ഭയങ്കര ബിസാറാണ്. കുറച്ച് കൂട്ടുകാർ ഒത്തുചേർന്ന ഒരു സിനിമ ചെയ്താലൊക്കെ തോന്നി. അതായത് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ നമുക്കെല്ലാം കൂടെ ചേർന്ന ഒരു രസത്തിന് വേണ്ടി ഇത് ചെയ്തേക്കാൻ എന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. 1 star out of 5 for ആപ് കേസേ ഹോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.